ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2021 ഫേസ് ലിഫ്റ്റായ ടിയാഗോയുടെ ഒരു പുതിയ ടാറ്റ ടിയാഗോയുടെ ഒരു പുതിയ കളറ് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഏതാനും വിശേഷങ്ങളും നോക്കാം. ഈ ഒരു കളറ് ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷ് പോലെ തോന്നിയേക്കാം. ഇതൊരു അരിസോണ ബ്ലൂ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലൂ ആണ്. നമ്മുടെ ഒരു പ്രീമിയം ബ്ലൂ കളറാണിത്. നിങ്ങൾക്കറിയാം, വാഹനത്തിൻ്റെ ഈ ടിയാഗോയുടെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള 2021 ഈ ഒരു വെർഷനാണ്. നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ ക്രോം ഇവിടെ ഓൾറെഡി നമുക്കൊരു ക്രോം തന്നിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ഈ ഒരു ഗ്രില്ലിൽ ഉണ്ടായ മാറ്റമാണ് കഴിഞ്ഞ പിന്നെ ടിയാഗോയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ടിയാഗോയ്ക്കുള്ള ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫോഗ് ലാംപ്സിൻ്റെ കൺസോള്. ഇത് XT എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫോഗ് ലാംപ്സ് ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തള്ളൽ നമുക്ക് നല്ല ഒരു മസ്കുലർ ലുക്ക് ഈ ഒരു വാഹനത്തിന് തന്നിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ അതുപോലത്തെ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്സിലേക്ക് വരാം. ഇതാണ് ലൈറ്റ്സ്. ഓവറോൾ നമുക്ക് വണ്ടിക്കൊരു മസ്കുലർ ലുക്ക് തന്നെയാണ് ഈ ഒരു പിന്നെ ഹാച്ച് ബാക്കിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഹാച്ച് ബാക്കിൽ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ. അതിൽ ഈ ഒരു ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ കഴിയും ലൈറ്റ് അതിൽ ഓണായി. ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോളോ മീ എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിൽ പറയാം. രാത്രി എവിടെയെങ്കിലുമൊക്കെ വാഹനം ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഇത് അറിയാൻ പറ്റാതെ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല ബാക്കിലത്തെ പാർക്ക് ലൈറ്റും ഓണാവും. നമുക്ക് ആവശ്യാനുസരണം ഇത് ഓൺ ചെയ്യാം, വേണ്ടെന്ന് തോന്നുമ്പോൾ ഓഫ് ചെയ്യാം. അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട് വിൻഷീൽഡ് വൈപ്പേഴ്സ്. പിന്നെ XT എന്ന മോഡലിൽ തന്നെ, അതായത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള XC കഴിഞ്ഞിട്ടുള്ള XT വേരിയൻറ്റിൽ തന്നെ ടിയാഗോ ORVMൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചേഴ്സാണ്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 14 ഇഞ്ച് ടയറാണ്. ബോഡി കളേർഡായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഉണ്ട്. അതുപോലെ ഇത് ഓട്ടോമാറ്റിക് ഫോൾഡബിൾ അല്ല. ഈ ഒരു വേരിയൻറ്റിനകത്ത് ഓട്ടോമാറ്റിക് ഫോൾഡ് വരുന്നില്ല. ഇത്രത്തോളമേ നമുക്ക് ഇതിൽ ഫോൾഡ് ആവുള്ളൂ. ബട്ട് അതൊരു പ്രശ്നമേ അല്ല. അതുപോലെ ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈൽ. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പീലിംഗ് ഇൻ ദ സെൻസ് ഒരു പ്രശ്നക്കാരനെന്ന് പറയാത്ത എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളൊരു ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസൈനാണ്. വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഡിസൈനാണ് ടിയാഗോയ്ക്ക് ടാറ്റ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് നമുക്ക് 2 സെൻസേഴ്സാണ്. ക്യാമറ വരുന്നില്ല ഈ ഒരു വേരിയൻറ്റിനകത്ത്. ട്രിവാൻഡ്രം മോട്ടോഴ്സ് നിന്നാണ് ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. ടാറ്റയുടെ പർച്ചേസിങ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. അവരുടെ പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ വണ്ടി എടുക്കുന്നത്, എനിക്ക് ഡെലിവറി കിട്ടുന്നവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് നല്ല ഓഫേഴ്സും തന്നിട്ടുണ്ട് വാഹനത്തിന്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 35 ലിറ്റർ കപ്പാസിറ്റിയുള്ള പെട്രോൾ ടാങ്കാണ് ഈ വാഹനത്തിനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. യെസ്, എടുത്തോ. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ്. ഇത് എത്ര ലിറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നിങ്ങൾക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഫ്രണ്ടിൽ ഞാൻ ഇട്ടേക്കാം. ബൂട്ട് സ്പേസ് എത്രയെന്ന് എനിക്കിപ്പോൾ അറിയില്ല. സോ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അത്യാവശ്യമൊന്നുമില്ല, ആവശ്യത്തിനുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. ഡോർ തുറക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ള സ്പേസ് അല്ലെങ്കിൽ ലെഗ് റൂം നമുക്ക് കിട്ടും. ലെഗ് റൂമും ഹൈറ്റും ആവശ്യത്തിനുണ്ട്. ഇത്രയും ഒരു ലെഗ് റൂം കിട്ടും. എൻ്റെ ഹൈറ്റ് 170 സെൻറ്റിമീറ്ററാണ്. ഇത്രയ്ക്കും ഹൈറ്റ് ഓൾമോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡും അതുപോലെ ഓവറോൾ ഇൻറ്റീരിയർ ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇവിടെയൊക്കെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. താഴെ സ്പീക്കറുണ്ട്.
വണ്ടിയുടെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഡ്രൈവർ സീറ്റിൻ്റെ അതുപോലെ കോ പാസഞ്ചർ സീറ്റിൻ്റെ ഒക്കെ ഹൈറ്റ് ഒന്ന് പൊങ്ങി ആണ് ഇരിക്കുന്നത്. നമ്മൾ നോർമൽ ഈ ആൾക്കാരൊക്കെ പോലെ കുറച്ചൊന്ന് താന്നിട്ടല്ല, കുറച്ചൊന്ന് എലിവേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസും സ്റ്റിയറിംഗിൽ നമുക്ക് കിട്ടും വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ പിന്നെ കാര്യത്തിലേക്ക് വരാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ഹാർഡ് സ്റ്റിയറിംഗ് അല്ല. സിമ്പിളായിട്ട് നമുക്ക് ടേൺ ചെയ്യുമ്പോഴെല്ലാം നിർത്തിയിട്ടിട്ട് ടേൺ ചെയ്യുമ്പോഴും പോലും സ്മൂത്തായിട്ട് തന്നെ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യും. പിന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്റും സ്മൂത്താണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഒരു എന്താ പറയുക, ഗിയറിന് വിലക്ഷയമുള്ളതിലൊക്കെ തോന്നും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ ഈ ഒരു സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇവിടെ ഈ ഒരു മോഡലുള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ അത് ഹാൻഡിൽ ചെയ്യാനും വളരെ നല്ലതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ XT വേരിയൻ്റ് ആണ്. അപ്പോൾ XT വേരിയൻ്റ് എന്ന് വെച്ചാൽ ബേസ് മോഡലിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റ് ആണ്. അതിൽ പോലും നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇവിടെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഇത് ബ്ലൂടൂത്ത് FM അതിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ളതും കോള് കട്ട് ചെയ്യാനും അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വൈപ്പേഴ്സും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ള സ്വിച്ചസാണ്. നോർമലി നമ്മൾ കാണുന്ന പോലെ വണ്ടികളിൽ നിന്ന് കുറച്ചൊന്ന് പൊങ്ങിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ചെറിയ റോഡിൽ കൂടെ നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ ഓടിച്ചോണ്ട് പോകാൻ പറ്റും. അകത്ത് കയറി നമുക്ക് ഓടിക്കുമ്പോൾ കുറച്ച് ഒരു വലിയ വണ്ടിയുടെ ഒരു ഫീല് ഉറപ്പായിട്ടും ഇതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് തരുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടൊരു ഡാഷ്ബോർഡാണ്. എലിവേറ്റഡ് സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടും. ഈ ഒരു വേരിയൻറ്റിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും അത്രയ്ക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ ഒരുപാട് താന്നിരിക്കുന്ന ഫീല് കിട്ടില്ല. ഈ ഒരു ഹൈറ്റും അത്യാവശ്യമുണ്ട്. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 170 സെൻറ്റിമീറ്ററാണ്. സോ അപ്പോൾ അതിൽ മുകളിലുള്ളവർക്കൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഫീച്ചർ ടാറ്റ തന്നിട്ടുള്ളത്, ഇവിടെ ഒരു ഡെഡ് പെഡൽ തന്നിട്ടുണ്ട്. ഡെഡ് പെഡൽ എന്ന് വെച്ചാൽ നോർമലി നമുക്ക് വണ്ടികളിലൊന്നും കാണാൻ കഴിയാത്ത സാധനമാണ്. ഇതാണ്ട് ഇവിടെ ഞാൻ പിന്നെ കാണിച്ചു തരാം. കാല് നമുക്ക് എപ്പോഴും ക്ലച്ചിൻ്റെ മുകളിൽ വയ്ക്കാതെ തന്നെ ഈ ഡെഡ് പെഡലിൽ വെച്ച് ഓടിക്കാൻ കഴിയും. അത് വളരെ ഒരു നല്ലൊരു ഫീച്ചറാണ്. അടുത്ത നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരാം. ഇത് XT വേരിയൻറ്റിനകത്ത് നമുക്ക് ഈ ഒരു മ്യൂസിക് സിസ്റ്റവും ഈ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വേരിയൻ്റ്, അതായത് XZ പ്ലസും XZ പ്ലസും, ഈ രണ്ട് വേരിയൻറ്റിനകത്ത് 7-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ആകെയുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XTക്ക് എൻ്റെ അടുത്ത വേരിയൻ്റായ XZ-നകത്തുള്ള വ്യത്യാസം ഒന്ന്, ഈ വരുന്ന ഇവിടെ ഒരു 7-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഡീഫോഗർ വരും, ബാക്ക് വൈപ്പർ വരും. പിന്നെ ഹൈബ്രിഡ് വീൽ കപ്സ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ അലോയ് വീലല്ല, അത് വീൽ കപ്പാണ്. അലോയുടെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള വീൽ കപ്പ് ഉണ്ടാവും. പിന്നെ ഓട്ടോ ഫോൾഡബിൾ ORVM വരും. ഔട്ട് സൈഡ് മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവുന്ന ഫീച്ചർ കൂടെ വരും. പിന്നെ ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള XZ പ്ലസിനകത്തുള്ള വ്യത്യാസം, ഇതെല്ലാത്തിനുള്ള വ്യത്യാസം 3 വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരും. പിന്നെ അലോയ് വീൽസ്, ശരിക്കുള്ള അലോയ് വീൽസും വരും. വരുന്നത് റിവേഴ്സ് ക്യാമറ ഓടി വരും, ഫുൾ ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പിന്നെ നമുക്ക് ഇത് നോർമൽ AC-യുടെ കൺസോളാണ്. ഈ വേരിയൻറ്റിനകത്തുള്ള കൺസോളാണ്. ഇവിടെ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോഴുള്ള സെൻസറിൻ്റെ അലേർട്ട് ഇൻഡിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇൻഡിക്കേഷൻസ് പിന്നെ നമുക്ക് വിഷ്വലും കിട്ടും, ഓറൽ വാർണിങ്ങും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയാം. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട്, എൻജിൻ സൗണ്ടിൻ്റെ കാര്യം പറയാം. എൻജിൻ സൗണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് എൻജിനാണ്, ഒരു പ്രശ്നമില്ലാത്ത എൻജിനാണ്. അതുപോലെ ടാറ്റ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോക്കകത്ത് എനിക്ക് പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഏതെങ്കിലുമൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൂൾ ചെയ്യും, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നൈറ്റ് ഡിം ചെയ്യുന്ന ആ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഇതാ ഇവിടെ ഒരു സ്പീക്കറുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ സ്പീക്കറുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഇത് സ്പീക്കർ ലൈറ്റ് ട്യൂറ്ററാണ്, ഇതുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു സ്പീക്കറുണ്ട്. പിന്നെ ഡോറിൽ 2 സ്പീക്കറുണ്ട്, അതുപോലെ ബാക്ക് സൈഡിലും സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഔട്ട് സൈഡ് മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻസ് എല്ലാം നമുക്ക് അകത്തിരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരാം. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ടിയാഗോയിൽ വരുന്നത്. നിങ്ങൾക്ക് കഴിയാം ഈ ഒരു സെഗ്മെൻറ്റിനകത്തൊക്കെ, പിന്നെ ഈ ഒരു വേരിയൻറ്റിനകത്തൊക്കെ ഇതുപോലെ ഡിജിറ്റൽ കൺസോൾ വരുന്നത് കുറവാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഫുൾ ഡിജിറ്റൽ കൺസോൾ ആണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ഫീച്ചർ നമുക്കിപ്പോൾ ഏതെങ്കിലും പിന്നെ പാർക്കിംഗ് സ്ലിപ്പോ അല്ലെങ്കിൽ പാർക്കിംഗ് പാസ് എല്ലാം നമുക്ക് ഈ ഗ്ലാസ്സിൽ ഒട്ടിക്കാതെ തന്നെ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ പലർക്കും പല പിന്നെ ആൾക്കാരും അവരുടെ ഡെയിലി പോകുന്ന സ്ഥലത്തുള്ള പാർക്കിംഗ് ഐഡൻറ്റിഫിക്കേഷൻ പാസ് എല്ലാം ഗ്ലാസ്സിൽ ഒട്ടിച്ചാണ് വെക്കണം. ഇത് ഗ്ലാസ്സിൽ ഒട്ടിക്കേണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് കയറ്റി വെക്കാനുള്ള ആ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ മിറേഴ്സ് കിട്ടുന്നില്ല. ഇത് അടുത്ത ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഇവിടെ വരുന്ന മിറേഴ്സ് കിട്ടുന്നുള്ളൂ. അതിൽ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഏറി പോവാണ്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഗൈസ്. അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമ്മൾ സാധാരണ ഈ ചെറിയ വണ്ടി, എൻ്റെ വേറെ വണ്ടിയുണ്ട്, ആ വണ്ടിയൊക്കെ കൊണ്ട് പോകുന്ന സ്ഥലത്ത് അടിയൊക്കെ ഇടിച്ച് പപ്പടമാണ് സ്ഥലത്ത് നമുക്ക് ടിയാ കൊണ്ട് പോയി കഴിഞ്ഞാൽ അടിയൊന്നും ഇടിക്കില്ല. സിമ്പിളായിട്ട് വന്ന് കയറി പോകും. അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ നോർമൽ വണ്ടികളിലെല്ലാം താക്കോൽ എടുത്തു കഴിഞ്ഞാലും, അതായത് വണ്ടിക്കകത്ത് താക്കോൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്ലാസ് താക്കാനും പൊക്കാനും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതൊക്കെ വണ്ടിയിൽ അങ്ങനെ ഫീച്ചർ വന്നിട്ടുണ്ട്. പക്ഷേ ടാറ്റ ടിയാഗോയ്ക്ക് ആ ഒരു ഫീച്ചറുണ്ട്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും നമുക്ക് നിർത്തുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി താക്കോൽ ഊരി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഗ്ലാസ് ഓപ്പൺ 4 ഗ്ലാസും തുറക്കാനും അടയ്ക്കാനും ഉള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഫീച്ചറാണ്. കാരണം നമ്മൾ വീണ്ടും താക്കോൽ ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റി ഓൺ ചെയ്ത് ഗ്ലാസ് വിൻഡോ തുറക്കാനും ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വണ്ടി നിർത്തി, ഇവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. വണ്ടി നിർത്തിയതിന് ശേഷം ഓക്കെ, ഞാൻ താക്കോൽ ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് ആ ഒരു വിൻഡോ എനിക്ക് താക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആവും. യെസ്, അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവർ സീറ്റിൻ്റെയും ഓപ്പൺ ആക്കാൻ കഴിയും. ഇതാണ് കീ. നല്ല കോൺഫിഡൻസ് ഉള്ളൊരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് ടിയാഗോയ്ക്ക് തന്നിട്ടുള്ളത്. അതുപോലെ ബ്രേക്കിങ്ങും എല്ലാം ഒരു വളരെ കോമ്പാക്റ്റ് എന്ന് മാത്രം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പോയി ടിയാഗോ എടുക്കാം. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മൈലേജിലേക്ക് വരാം. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും 2100 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആവറേജ് കാട്ടിത്തരാം. ആവറേജ് 16.3 കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 17 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി മൈലേജ് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എങ്ങനെ പോയാലും കമ്പനി 20 പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പിന്നെ മൈലേജ് കിട്ടും.
അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് റിവേഴ്സ് സെൻസർ വർക്കിംഗ് ഒന്ന് നോക്കാം. ഞാൻ റിവേഴ്സ് ഇട്ടു. ഇതിനകത്ത് ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും കേട്ടോ. നമ്മുടെ മീറ്റർ കൺസോളിനകത്ത് ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും. ഗിയർ പിന്നെ ഇൻഡിക്കേഷൻ മാത്രമല്ല, നമ്മൾ അടുത്ത ഗിയറിലോട്ട് പോകാൻ നേരമുള്ള ആ ഒരു സജഷൻ കൂടി അതിൽ കാണിക്കുന്നതായിരിക്കും. അതായത് ഇപ്പം രണ്ടാമത്തെ ഗിയറിൽ ഒന്ന് സ്പീഡ് കൂടാൻ 3-ലോട്ട് പോകാനുള്ള ആ ഒരു ഇൻഡിക്കേഷൻ കൂടെ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്പ്ലേ. പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ്, പാർക്കിംഗ് ബ്രേക്ക് പോയി. ചെയ്താലും അടിച്ചു പോകും. ഇതിൻ്റെ ഇതിൻ്റെ കറക്റ്റ് നമ്മളെ ചെവിക്കകത്ത് തന്നെ ഇതൊന്നടിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റിവേഴ്സ് സെൻസർ. സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് നല്ല ഗ്രിപ്പുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിൽ ഞാൻ ഇത് സ്റ്റിയറിംഗ് കവറൊന്നും ഇട്ടിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല പരപരപ്പനായിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് ആണ്, ഭയങ്കര ഗ്രിപ്പാണ്. അതുകൊണ്ട് വേറെ കവറിൻ്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. മോശം എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു പൊസിഷനുമാണ്. ഇത് രണ്ടും നമ്മളെ നല്ല രീതിക്ക് ഈ വണ്ടിയുടെ ആ ഒരു അട്രാക്റ്റ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വണ്ടിയെ ഇത് സ്വാധീനിക്കും. ഈ ഒരു ഡാഷ്ബോർഡും അതുപോലെ ഈ ഒരു സീറ്റിംഗ് പൊസിഷനും. പവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 3 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ പോലും പലരും ചോദിക്കാറുണ്ട് AC ഇടുമ്പോഴൊക്കെ നമുക്ക് വലിവ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ. AC ഇടുമ്പോൾ വലിവ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഒരു സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ചിട്ട് AC ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യും. അല്ലാതെ റണ്ണിങ്ങിലും നമ്മൾ AC ഇട്ട് കഴിഞ്ഞെന്ന് വെച്ച് നമുക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല, എനിക്കുണ്ടായിട്ടില്ല ഈ വണ്ടിയിൽ. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം, ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റിംഗ്. അപ്പം പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ തേർഡിൽ നിന്നും സെക്കൻഡിലൊക്കെ ഇടുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മുടെ റൈഡിങ്ങിനെ ഒന്നും ബാധിക്കുന്നില്ല. അത് ഗിയറിൻ്റെ ഷിഫ്റ്റിങ്ങിനെ ഒന്നും അത് ബാധിക്കില്ല. ചില സമയത്ത് അത് അതിൻ്റെ ബിൽഡ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടുത്തെ കൺസോൾസ് എല്ലാം കാണാം. നമ്മൾ നോർമലി ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് അപ്പ്, ഓട്ടോമാറ്റിക് ഡൗൺ ഫീച്ചർ ഫുൾ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് അതായത് ഒന്ന് ഡ്രൈവർ സൈഡിൻ്റെ ഒറ്റ പൊക്ക് നോക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ഫുൾ അപ്പാവുകയും ഫുൾ താത്തി കഴിഞ്ഞാൽ ഫുൾ താഴെയും ചെയ്യുന്ന ഫീച്ചർ ഇല്ല. മാനുവലി നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. വേറെന്താ ഉള്ളത്? വേറെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാൻ കഴിയും, അതെല്ലാം നോർമൽ ഫീച്ചറാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വെച്ചിട്ട് ചാർജർ കണക്ട് ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ USB, അതായത് മ്യൂസിക് സിസ്റ്റത്തിനകത്തുള്ള USB കണക്ട് ചെയ്യുന്നതാണ്. മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം, നല്ല സൗണ്ട് ക്വാളിറ്റി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട്, നമ്മൾ ഫുൾ സൗണ്ട് ഇട്ടാൽ ഏകദേശം ഒരു 20 സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു മുഴക്കം നല്ല രീതിക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ ഒരു ഡിഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ റണ്ണിങ്ങിലും നമുക്ക് ആ പ്രശ്നം വരില്ല. ഇപ്പം ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല സൗണ്ട് കൂട്ടി ഇട്ടൊക്കെയാണെങ്കിൽ അത് പുറത്ത് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ആവറേജിനും മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓവറോൾ വണ്ടിക്ക് 10-ൽ ഞാനൊരു 9 മാർക്ക് കൊടുക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ തന്നെ സേഫ്റ്റിയിൽ NCAP 4 റേറ്റിംഗ് ഉള്ളതാണ്. ഇതാണ് നമ്മുടെ സീലിംഗ് ലൈറ്റ്, വൈറ്റ് ലൈറ്റാണ്, നല്ല പ്രകാശമൊക്കെ ഉണ്ട് രാത്രി. പിന്നെ ഇവിടെയൊക്കെ സ്പീക്കേഴ്സ് ഉണ്ട്, കണ്ടോ? ഈ സ്പീക്കേഴ്സാണ്, ഇത് ട്യൂറ്റേഴ്സാണ്, എന്തോന്ന് ഇവിടെ ഉണ്ട്. ഈ വണ്ടി ഫുൾ, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഫുള്ള് അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു സൊന കൊടുത്തിട്ടുണ്ട്, വേണ്ട, ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഫുൾ ഓപ്ഷനകത്ത് ഈ പറഞ്ഞതുപോലെ ഇവിടെ 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരും, റിവേഴ്സ് ക്യാമറ ഉണ്ടാവും. പിന്നെ
വേറെന്താ ഡീഫോഗർ, ബാക്ക് വൈപ്പർ, ഈ ടേൺ ഇൻഡിക്കേറ്റർ, ഓട്ടോമാറ്റിക് ഫോൾഡ്, പിന്നെ അതുപോലെ ദാ ഇവിടെ ഉള്ള ഈ ഒറ്റയടിക്ക് കയറി വരുന്ന സാധനം, ഇതെല്ലാം തന്നെ ഉണ്ടാവും. സോ ഫുൾ ഓപ്ഷൻ്റെ വില എന്ന് പറയുന്നത് ഈ എക്സ് ഇ ഉണ്ട്. എക്സ് ഇയുടെ വില പറയുന്നില്ല ഞാൻ, കാരണം അത് ഏറ്റവും ബേസ് മോഡലാണ്. നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ് ടി, ഇത് എക്സ് ടി ആണ്. എക്സ് ടി മോഡലിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എക്സ് ടി വരുമ്പോൾ ഒരു ഏകദേശം 6 ലക്ഷം രൂപ വരുന്നുണ്ട്. ഓരോ പിന്നെ നമ്മുടെ ഡീലറിൻ്റെ ഓഫേഴ്സൊക്കെ പോയിട്ട് ഓഫേഴ്സ് പോവാത്ത പ്രൈസാണ്, ഓഫേഴ്സ് ഉണ്ടാവും. അതുപോലെ എക്സ് ഇസഡ് വരുമ്പോൾ 7,06,000 രൂപ ആ റേഞ്ച് വരും. എക്സ് ഇസഡ് പ്ലസ് വരുമ്പോൾ 7,26,000 ആ റേഞ്ച് വരും. അപ്പോൾ നിങ്ങളൊരു എക്സ് ഇസഡ് എടുക്കുന്നതിനെക്കാട്ട് എക്സ് ഇസഡ് പ്ലസ് എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ് ടി എടുക്കുക. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ വേറെ സംഭവം ഉണ്ട്, അതാ ഇവിടെ ഒരു പിടി ഉള്ള സംഭവം ഇല്ലേ, അത് നമുക്ക് ഡ്രൈവറിൻ്റെ സൈഡിൽ ഇതിവിടെ വരുന്നില്ല കേട്ടോ. ബാക്കി എല്ലാ സൈഡിലും വരുന്നുണ്ട്, ഡ്രൈവർ സൈഡിലില്ല. സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ സീറ്റൊക്കെ ഓക്കെയാണ്.